ശുദ്ധജലം പാഴാക്കാതിരിക്കുക. ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ്. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത്. ഇനിയൊരു ലോകമഹായുദ്ധം തന്നെ ഉണ്ടാവുന്നത് കുടിനീരിനായി എന്ന് ചിലർ ഓർമ്മപ്പെടുത്തുന്നു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ജലസംരക്ഷണത്തിനായി എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിച്ചു എന്നതിനെപ്പറ്റി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് JB ബിന്ദു പറയുന്നത് കേൾക്കാം. നമ്മുടെ പഞ്ചായത്തിലെ പൊതു കിണറുകൾ നവീകരണം എന്നൊരു പ്രോജക്റ്റ് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ കോളനികളിലെയും ജലമുള്ള കിണറുകളെല്ലാം തന്നെ നമ്മൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാ വാർഡുകളിലെയും കുളങ്ങളും അതുപോലെ തന്നെ കിണറുകളും നവീകരിക്കാനുള്ള കിണറുകൾ പറ്റുന്നതെല്ലാം തന്നെ നവീകരിച്ച് ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്ന രീതിയിലേക്ക് അതിനെ കിണറിറച്ച് അതിൻ്റെ ചുറ്റു ഭാഗമെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി മെയിൻ്റനൻസ് പണിയെല്ലാം ചെയ്ത് അതിന് മേളിൽ നെറ്റ് ഉൾപ്പെടെ ഇട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനം കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം നമ്മളെ ഈ കാര്യത്തിലെല്ലാം തന്നെ സഹായിച്ചിട്ടുണ്ട്. കേട്ടല്ലോ. ഇനി സാക്ഷി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ചടയമംഗലം പഞ്ചായത്തിലെ 2 കിണറുകളാണ്. ഒന്ന് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഓഫീസിലെ കിണറും 2 ചടയമംഗലം ചന്തയിലെ കിണറും. രണ്ടിൻ്റെയും അവസ്ഥ നിങ്ങളൊന്ന് കാണും. ഇതിൽ നിന്നാണ് പഞ്ചായത്ത് ഓഫീസിലെ ആവശ്യങ്ങൾക്ക് ജലം ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. കൂടുതലൊന്നും പറയാനില്ല. കൺമുന്നിലെ ഈ ചെറിയ കിണറുകൾ സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? ഇത് കാടുമൂടി കിടക്കേണ്ടതാണോ? എല്ലാറ്റിനും സംശയദൃഷ്ടിയും വിമർശന ബുദ്ധിയുമാണ് സാക്ഷിക്കെന്ന് ചിലർ പറഞ്ഞേക്കാം. എന്നാൽ ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. സാക്ഷി.